നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. ഈ കേരള സർവകലാശാലയിലെ ഭരണസ്തംഭനം ഉടനെങ്ങാനും തീരുമോ? ഉറ്റുനോക്കുകയാണ് എല്ലാവരും. എന്തായാലും അതിനുള്ള അണിയറ നീക്കങ്ങൾ സജീവമായി നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഒരു നാടിൻ്റെ ആകെ വേദനയാകുകയാണ് ഷോക്കേറ്റ് മരിച്ച മിഥുൻ. എൻ്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ അമ്മ ഇന്ന് വിദേശത്തു നിന്ന് എത്തുകയാണ്. അവരതെങ്ങനെ സഹിക്കും? എന്തായാലും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ആ നാട്ടിലാകെയുള്ളത്. നമുക്ക് വാർത്തകൾ നിരവധിയുണ്ട്. വാർത്തകളിലേക്ക് വിശദമായി പോകാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൊല്ലം തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റു മരിച്ച മിഥുന്റെ സംസ്കാരം ഇന്ന് 10 മണി മുതൽ സ്കൂളിൽ പൊതുദർശനം. വിദേശത്തായിരുന്ന മിഥുന്റെ അമ്മ സുജ ഇന്ന് നാട്ടിലെത്തും. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സർക്കാർ ഗവർണർ പോര് സമവായത്തിലേക്ക്. ഉടൻ സിൻഡിക്കേറ്റ് വിളിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വൈസ് ചാൻസലർ. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച ഉടനെന്ന് സൂചന. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ സഖ്യയോഗം ഇന്ന് ഡൽഹിയിൽ. ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും പങ്കെടുക്കില്ല. പഹൽഗാം ഭീകരാക്രമണം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമടക്കം ചർച്ചയാക്കാൻ പ്രതിപക്ഷം. പാർലമെന്ററി കാര്യസമിതി വിളിച്ച സർവകക്ഷി യോഗം നാളെ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. മത്സരം വൈകിട്ട് 3:30 മുതൽ ലോർഡ്സിൽ. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വിദേശത്തായിരുന്ന മിഥുൻ്റെ അമ്മ എന്തായാലും ഇന്ന് നാട്ടിലെത്തുന്നുണ്ട്. അവരതെങ്ങനെ സഹിക്കും എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെ 10 മണിയോടെ സ്കൂളിൽ എത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഈ പറഞ്ഞതുപോലെ ഈ അമ്മ അതെങ്ങനെ സഹിക്കും എന്നുള്ളതാണ് ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടപ്പോൾ തന്നെ ആർക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു അച്ഛൻ്റെ വേദന, നാടിൻ്റെ ആകെ വേദന, കൂട്ടുകാരുടെ വേദന. എന്തൊക്കെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, ഒരു നാടിനെ ഒന്നാകെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വാർത്ത അറിയുന്ന എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു ഈ മിഥുൻ്റെ കാര്യത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു സ്കൂളിൽ സംഭവിച്ചു പോയത്. ആ അമ്മ തേവലക്കരയിലേക്ക് തിരികെ എത്തുകയാണ്. വിദേശത്ത് നിന്നും സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അത് മകന് വേണ്ടി കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊണ്ടല്ല, മകനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ്. അത്രയും വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ വീടും ആ നാട്ടുകാരുടെ ഉള്ളിലുമുള്ളത്. ഇതൊക്കെ വരുത്തിവെച്ച ഒരു ദുരന്തമല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില നടപടികളൊക്കെ ഉണ്ടായി. സ്കൂൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. ഒപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനോട് സർക്കാർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നടപടികൾ കൊണ്ടൊന്നും ഈ ഒരു നഷ്ടത്തിന്, ഈ 13 വയസ്സുകാരൻ്റെ ഒരു നഷ്ടത്തിന്, അതും സ്കൂളിൽ വെച്ചുണ്ടായ ഇത്തരം ഒരു ദുരന്തത്തിലൂടെ സംഭവിച്ച ഈ ഒരു നഷ്ടത്തിന് പരിഹാരമാകുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. രാവിലെ 10:30 ആയിരിക്കും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിഥുൻ്റെ മൃതശരീരം സ്കൂളിലേക്ക് കൊണ്ടുവരിക. തുടർന്ന് സ്കൂളിൽ ഉച്ചവരെ 12 മണിവരെ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിയുന്നതേ ഉള്ളൂ. അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി ബന്ധുക്കൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ മിഥുൻ്റെ വീട്ടിലേക്ക് എത്തി അവരെ ആശ്വസിപ്പിക്കുന്നു, സ്കൂളിലെത്തി സംഭവസ്ഥലം സന്ദർശിക്കുന്നു. പക്ഷേ ഇതൊക്കെ പര്യാപ്തമാണോ? ഈ ഒരു കുടുംബത്തിൻ്റെ നഷ്ടത്തിന് ഇതൊക്കെ ഒരു പരിഹാരമാകുമോ എന്നൊരു ചോദ്യവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു.
കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായി പ്രതിഷേധങ്ങൾ, അതും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ അതൊരു ഉത്തരം ഇനിയും ആകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു വലിയ അനാസ്ഥ, അത് വരുത്തിവെച്ച ഒരു ദുരന്തം, അതിലൂടെ നഷ്ടപ്പെട്ടത് സ്വന്തം വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പഠിക്കാനായി എത്തിയ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ വീടൊക്കെ നമ്മൾ കണ്ടതാണ്, വാർത്തകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ അറിഞ്ഞതുമാണ്. കാര്യം അതിദയനീയമായൊരവസ്ഥയാണ് ആ വീട്ടിനും ആ സാഹചര്യങ്ങൾക്കുമൊക്കെ. ആ സാഹചര്യങ്ങളിൽ നിന്നാണ് ആ കുഞ്ഞ് പഠനം എന്നുള്ള ആഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ പഠിച്ച് ഒരു ജോലിയൊക്കെ നേടണം എന്ന ആഗ്രഹത്തിലേക്ക്. സുധീഷ്, ഈ പറഞ്ഞതുപോലെ അനാസ്ഥയുടെ ഇരയാണ് മിഥുൻ എന്ന് പറയുന്നത്. പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ തന്നെയാണ് നടപടികൾ ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ആ വൈദ്യുതി പോസ്റ്റ് അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ്, അല്ലേ? സംഭവം നടന്ന ദിവസം തന്നെ, അതെങ്കിൽ ഈ ഒരു വൈദ്യുതി ആഘാതം ഏറ്റ് കുട്ടി മരിക്കുന്ന ആ ദിവസം തന്നെ അതുവഴിയുള്ള ചില ഇലക്ട്രിക് ബന്ധം, വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു. അതുവഴി സ്കൂളിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻ്റെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു. ഇപ്പോൾ അത് അവിടെ നിന്നും മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ നടത്തുമെന്ന് KSEB പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊന്നും സ്കൂൾ അധ്യയനം നടക്കില്ല. കാര്യം ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ഹൈസ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾക്ക് അവിടെ പഠിക്കേണ്ടതുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഈ ഒരു ദുരന്തം ഇനി ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് KSEB ഇത്തരത്തിലൊരു അടിയന്തര നീക്കത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രിക് ലൈൻ അവിടെ നിന്നും മാറ്റുന്ന ഒരു സംവിധാനങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. പ്രധാനമായും ആദ്യമൊക്കെ ഇത് പുറത്തു വന്നിരുന്നൊരു വാർത്ത, ഈ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നത് തൊട്ടടുത്തുള്ള 60ഓളം വീടുകളിലേക്ക് എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീടാണ് നമ്മൾ അതിൻ്റെ ഒരു സത്യം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഒരു വീട്ടിലേക്കും തൊട്ടടുത്ത് തന്നെയുള്ള ഗേൾസ് ഹൈസ്കൂളിലേക്കും മാത്രമായിരുന്നു. ഈ 2 കണക്ഷനുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ 3 ഫേസ് ലൈൻ ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ്. ആ തരം നടപടികളിലേക്കാണ് KSEB ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും സ്ഥലം സന്ദർശിക്കുകയും ഇക്കാര്യത്തിൽ KSEBയുടെ ഭാഗത്തൊരു അനാസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. KSEB ആയിരുന്നു ആദ്യ ഘട്ടത്തിൽ തന്നെ എല്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തിയിരുന്നത്. അത്തരത്തിൽ KSEBക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ പ്രധാന കാരണം KSEB ആണ് എന്നൊരു ശ്രുതി പരന്നതോടുകൂടിയാണ് KSEB ഇപ്പോൾ അടിയന്തരമായി ഇത്തരം തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത്. ശ്രീജ, തീർച്ചയായും നടപടികൾ ഉണ്ടാവുക തന്നെ വേണം. കാരണം ഇത്തരത്തിൽ ഒരു അനാസ്ഥയിൽ ഒരു ജീവൻ കൂടി ഒരിക്കലും ഇനി പൊലിയാതിരിക്കട്ടെ. എന്തായാലും മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മിഥുൻ്റെ അമ്മ ഇന്ന് നാട്ടിലെത്തും. 10 മണിയോടുകൂടി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെ 10 മണിയോടുകൂടി തന്നെ സ്കൂളിലെത്തിക്കും. പൊതുദർശനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് സുധീഷ് കുമാർ പങ്കുവയ്ക്കുന്നത്. ഗവർണർ സർക്കാർ പോരവസാനിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. മുഖ്യമന്ത്രി ഗവർണറുമായി വൈകാതെ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമവായ നീക്കങ്ങൾ പുരോഗമിക്കുമ്പോഴും രജിസ്ട്രാർ സസ്പെൻഷൻ അംഗീകരിക്കണമെന്ന നിലപാടിലാണ് VC. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, ഈ പറഞ്ഞതുപോലെ ഒരു അണിയറ നീക്കമൊക്കെ അങ്ങനെ സജീവമായി നടക്കുമ്പോഴും ഒരു കണ്ടീഷൻ VC അങ്ങനെ തന്നെ വച്ചിരിക്കുകയാണ്. താൻ നടത്തിയൊരു സസ്പെൻഷൻ അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളൊരു കണ്ടീഷൻ. ആ കണ്ടീഷൻ സർക്കാർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു സമവായ നീക്കം കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളൊരു സൂചനയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങളുടെ ഒരു പോക്ക്? തീർച്ചയായും ശ്രീജ, സർക്കാരും ഗവർണറും തമ്മിലുള്ളൊരു സമവായ നീക്കത്തിലേക്ക് പോകുന്നു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ഗവർണറുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നു രാത്രിയോടെ ഗവർണർ തിരുവനന്തപുരത്തെത്തും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിഷയത്തിലാണ് ഒരു പോര് കനത്തത്. ഈ വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു സമവായ നീക്കങ്ങളും അനുരഞ്ജന നീക്കങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും VC തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താൻ സസ്പെൻഡ് ചെയ്ത ഈ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കണമെന്ന് തന്നെയാണ് ഈ VC പറയുന്നത്. തന്റെ തീരുമാനം ഇദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിനെയും അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്തു നിലപാടാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കം സ്വീകരിക്കുക എന്നത് വളരെ നിർണായകമാണ്. ശ്രീജ,
ശരി ദേവിക, എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് സർക്കാർ ഗവർണർ പോര്. അത് ഉടനെ തന്നെ അവസാനിക്കും. അത്തരത്തിലുള്ള അണിയറ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ PC എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയുന്നു എന്നാണ് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ അമൃത വാർത്തകളോട് പറഞ്ഞത്. മന്ത്രിയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റുമായി മന്ത്രി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും VC അമൃത വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. പ്രോ ചാൻസലറായിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയാണ്? അങ്ങ് മന്ത്രിയെ നേരിട്ട് കാണുകയോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, കാരണം എത്രയും വേഗം ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കേണ്ടതല്ല. ഇതിൽ അധികാരമുള്ളയാൾ ചാൻസലറാണ്, ഗവർണറാണ്. ചാൻസലർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചാൻസലർ ഇതിൽ ഇടപെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്തിരുന്നു അങ്ങ്? അല്ല, മന്ത്രി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും മന്ത്രിക്കും ഇത് പരിഹരിക്കണമെന്ന് താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും മന്ത്രിയും ഇതിനകത്ത് ഇടപെടും. കാരണം മന്ത്രിയുമായി ബന്ധപ്പെട്ടവരാണല്ലോ സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ. അപ്പോൾ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. പരിഹാരം പകുതി കണ്ടു കഴിഞ്ഞു. കാരണം ഇന്നെല്ലാ ഡിഗ്രി കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. സാധാരണ VC വന്നാൽ തടയുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം പിടിക്കുന്ന ആളുകൾക്ക് അവർക്കിന്ന് കാര്യം ബോധ്യം വന്നു. ഒരുപക്ഷെ ആ കുട്ടികൾ മനസ്സിലായിട്ടുണ്ടാവും അവർ വെറുതെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന്, അവർക്കിതിനകത്തൊരു കാര്യവുമില്ല എന്ന്. ഒരു പ്രതീക്ഷ തന്നെയാണ് VCയും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇനി മഴ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്തൊട്ടാകെ മഴ അങ്ങനെ കനക്കുകയാണ്. അത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ജില്ലകളിലെയും ഒരു താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മിപ്രിയ, ഈ പലയിടങ്ങളിലും കനത്ത ജാഗ്രത തന്നെയാണ്. മഴയെന്ന് പറയുമ്പോൾ ചെറിയൊരു ആശങ്ക നമ്മളെ സംബന്ധിച്ചുണ്ട്. കാരണം പ്രളയമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്? ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. അതേസമയം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളോടും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളോടും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോടും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കനത്ത മഴയുടെ സാഹചര്യത്തിൽ 3 ജില്ലകളിലും ഒരു താലൂക്കിലുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. അതായത് കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല എന്നുള്ളതും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേ തുടർന്നാണ് ഈ കാസർഗോഡ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. ഏതായാലും കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തരമേഖലയിലുള്ള ഉത്തരേന്ത്യക്ക് മുകളിലുള്ള 2 ചക്രവാത ചുഴികളാണ് ഇപ്പോൾ കേരളത്തിൽ മഴ കനക്കാനുള്ള പ്രധാന കാരണം. ഏതായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ശരി ലക്ഷ്മിപ്രിയ, എന്തായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനമൊട്ടാകെയുള്ളത്. എല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. ഈ കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലും കനത്ത മഴ തന്നെയാണ്. മഴക്കെടുതിയും അവിടെ തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 110 ആയിരിക്കുകയാണ്. 35 പേരെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമായി കാണാതായിട്ടുണ്ട്. 1220 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. രാജസ്ഥാനിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാണ്. ഡൽഹിയിൽ യെല്ലോ അലർട്ടാണ്. അടുത്ത 4 ദിവസം കൂടി ഉത്തരേന്ത്യയിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി ഇന്ത്യ സഖ്യയോഗം
ഇന്ന് ഡൽഹിയിൽ ചേരും. തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വിട്ടുനിൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി RSS ബാന്ധവം ആരോപിച്ചതിൽ പ്രതിഷേധമുണ്ട് എങ്കിലും CPM യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. പഹൽഗാം ഭീകരാക്രമണവും സിന്ധൂർ ഓപ്പറേഷനും അഹമ്മദാബാദ് വിമാന ദുരന്തവും ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ഏർപ്പാടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കരണവും അടക്കം പാർലമെന്റിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അതേസമയം നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളിലെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി പാർലമെന്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 21-ന് ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം ഓഗസ്റ്റ് 21 വരെ നീളും. 21 സിറ്റിംഗുകളാകും ഈ സമ്മേളനത്തിൽ ഉണ്ടാവുക. ഓരോ ദിവസവും എന്തൊക്കെ ക്രൈമുകളാണല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒരു സംഭവം പലരെയും ഞെട്ടിച്ചു. കൊച്ചി വടുതലയിൽ അയൽവാസി തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ദമ്പതികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ക്രിസ്റ്റഫർ, ഭാര്യ മേരി എന്നിവരാണ് ചികിത്സയിലുള്ളത്. ക്രിസ്റ്റഫറിന് 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. തീ കൊളുത്തിയ വില്യം ജീവനൊടുക്കി. വടുതല ലൂർദ് ആശുപത്രിക്ക് തൊട്ടടുത്താണ് സംഭവം. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. പള്ളിപ്പെരുന്നാളിന് പോയി മടങ്ങുകയായിരുന്ന ദമ്പതികളെ സ്കൂട്ടർ തടഞ്ഞു നിർത്തിയാണ് വില്യം മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. വാഹനവും ഭൂരിഭാഗവും കത്തിനശിച്ചു. പോലീസ് വില്യംസിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാമ 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 പാഹി മാം. മാപ്പിള രാമായണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വടക്കൻ മലബാറിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള നാട്ടുരാമായണമാണ് മാപ്പിള രാമായണം. പണ്ട് വാമൊഴിയായി പാടിയിരുന്ന മാപ്പിള രാമായണം പിന്നീടാണ് മലബാറിൻ്റെ കാവ്യമായി മാറിയത്. ഇന്ന് മാപ്പിള രാമായണത്തെക്കുറിച്ച് മാത്രം പഠനം നടത്തുന്നവരും ഏറെയാണ്. കേരളത്തിലെ നാട്ടുരാമായണങ്ങളിൽ ഏറ്റവും ജനപ്രീതിയുള്ളതാണ് മാപ്പിള രാമായണം. ലളിതമായ ഭാഷയിൽ രാമായണ കഥ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മാപ്പിള രാമായണത്തിൻ്റെ പ്രത്യേകത. രാമായണത്തെക്കുറിച്ചുള്ള ഒരു പ്രാദേശിക വിവരണമാണ് മാപ്പിള രാമായണം. വടക്കൻ മലബാറിലെ മാപ്പിളമാർക്കിടയിൽ വാമൊഴിയായി പ്രചാരത്തിലുണ്ടായിരുന്ന രാമായണ കാവ്യം. കർക്കിടകം കാത്തു കാത്തു കുത്തിരിക്കും പാട്ട്, കാതിരണ്ടിലും കൈവിരലി തോരി കൂട്ടും പാട്ട്. നാട്ടുരാമായണ പാഠങ്ങളിൽ വർഷങ്ങളായി ഗവേഷണവും അവതരണവും നടത്തുന്ന നിരവധി പേർ മലബാറിലുണ്ട്. അതിലൊരാളാണ് കവിയും ഫോക്ലോറിസ്റ്റും ചലച്ചിത്ര ഗാനരചയിതാവുമായ കോഴിക്കോട് എടക്കര സ്വദേശി ഗിരീഷ് ആംബ്ര. മാപ്പിള രാമായണം മലബാറിലെ മാപ്പിള സമൂഹത്തിൻ്റെ തനത് ഭാഷയും നർമ്മബോധവും ഒക്കെ ഉൾച്ചേർന്നിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ലക്ഷണയുക്തികളും സവിശേഷതകളും മാപ്പിള രാമായണം പുലർത്തിപ്പോരുന്നുണ്ട്. നൊസ് ഹസൻ എന്ന നാടോടിയിലൂടെ TH കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് വാമൊഴിയായി കിട്ടിയ മാപ്പിള രാമായണം പിന്നീട് മലബാർ ഏറ്റുപാടുകയായിരുന്നു. ലങ്കാനാടിലിളങ്കും ലാവണ രാജാവിൻ്റെ ലങ്കും തങ്കും പുന്നാര പുതു പെങ്ങളല്ലേ. വടകര വില്യാപ്പള്ളിയിലുള്ള TH കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന സഹൃദയനും കലാകാരനും, അദ്ദേഹത്തിലൂടെയാണ് സമൂഹം മാപ്പിള രാമായണത്തെ അറിയുന്നത്. മാപ്പിള രാമായണത്തിൽ വാത്മീകി താടിക്കാരൻ ഔലിയും രാമൻ ലാമനുമാകുന്നു. അങ്ങനെ രാമായണ കഥ വടക്കൻ മലബാറിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിലെ അവരുടെ പദപ്രയോഗത്തിലൂടെ മാപ്പിള രാമായണമായി മാറി. രാമായണത്തിന് വിവിധ കാണ്ഡങ്ങളുള്ളതുപോലെ മാപ്പിള രാമായണത്തിന് പ്രധാനമായിട്ടും 5 പാട്ടുഭാഗങ്ങളുണ്ട്. പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട്. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ശരീരസൗഖ്യത്തിനുള്ള ചികിത്സയുടെ ഒരു മാസം കൂടിയാണ്. ഈ മനുഷ്യ ശരീരത്തിൽ പഞ്ചകർമ്മ ചികിത്സയുടെ ഗുണം, ഈ സമയത്തുള്ള ചികിത്സ അതിൻ്റെ ഗുണം അനിർവചനീയവുമാണ്. ആയുർവേദത്തിൻ്റെ ഈ ഫലങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വിവിധ പദ്ധതികളാണ് നെടുമങ്ങാട് അമൃത ആയുർവേദ ആശുപത്രിയിലുള്ളത്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ ശാന്തതയാണ്. ശിരോധാര എന്തിന് ചെയ്യുന്നു, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രത്തിന് പോലും മനസ്സിലായിട്ടില്ല.
ഒരിക്കലും ഉറക്കം വരാത്തൊരു രോഗി ശിരോധാര കഴിയുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഉറങ്ങിപ്പോകുന്നു. അതുപോലെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് തലച്ചോറിനുണ്ടാകുന്ന ഓർഗാനിക് ലീഷൻസിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാവുന്ന രോഗികൾ സംസാരിക്കുന്നതും ഈ ശിരോധാരയുടെ അത്ഭുതകരമായ കഴിവുകൾ കൊണ്ടാണ്. അങ്ങനെ ധാരയായിട്ട് എണ്ണ, അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക്, അതായത് തക്രധാര, ഇതൊക്കെ നമ്മൾ തലയിൽ ഒഴിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന മനസ്സിൻ്റെ അത്ഭുതകരമായ ചേഞ്ചുകൾ, മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ ശരീരത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ, അങ്ങനെ ശരീരവും മനസ്സും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ആ ശാരീരികമായ ഒരു സന്തുലിതാവസ്ഥ അത്ഭുതകരമാണ്. പണ്ടുകാലം മുതൽ നമ്മുടെ പൂർവികന്മാർ തല മുതൽ കാല് വരെ എണ്ണയിടുന്നൊരു ശീലമുണ്ടായിരുന്നു. ശിരശ്രവണ പാതേഷു വിശേഷേണ തം ശീലയത്, അതായത് ചെവിയിലും തലയിലും കാലിൻ്റെ ഒക്കെ പുരട്ടി മുഴുവൻ ഭാഗത്ത് എണ്ണയിട്ട് കുളിക്കുന്ന ഒരു രീതി. ഇന്ന് കുളിക്കാറ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആൾക്ക് കുളി എന്ന് പറഞ്ഞാൽ തന്നെ അത് എണ്ണ എന്ന് പറയുന്ന ഒരു സാധനം ഇഷ്ടമല്ല. അഭ്യംഗം എന്ന് പറയുന്നത് എണ്ണയിടലാണ്. അത് വെറുതെ എണ്ണ ഇടുന്നത് മുതൽ, അതുപോലെ പിഴിച്ചിൽ എന്ന് പറഞ്ഞാൽ കേരളീയ വൈദ്യന്മാരുടെ സംഭാവനയാണ്. അത് വെറും എണ്ണയിടൽ മാത്രമല്ല, അതിനോടൊപ്പം അതൊരു സ്വേദന ക്രിയ കൂടിയാണ്. സ്വേദനം എന്ന് പറഞ്ഞാൽ വിയർപ്പിക്കൽ. ആ എണ്ണ ഇളം ചൂടോടുകൂടി പിഴിഞ്ഞൊഴിക്കുമ്പോൾ നമ്മൾ ഒരേ സമയം എണ്ണ ഇടുന്ന ഒരു ഗുണവും അതോടൊപ്പം തന്നെ സ്വേദനത്തിൻ്റെ, വിയർക്കലിൻ്റെ ഗുണവും കൂടെ ഉണ്ടാവുകയാണ്. പക്ഷാഘാതം തുടങ്ങിയ രോഗികൾ അത്ഭുതകരമായ റിസൾട്ടാണ് തരുന്നത്. അതുപോലെ പലതരത്തിലുള്ള കിഴികൾ, അത് ചൂർണ്ണപിണ്ഡ സ്വേദം എന്ന് പറയുന്ന പൊടിക്കിഴി, പത്രപോടല സ്വേദം എന്ന് പറയുന്ന ഇലക്കിഴി, അതുപോലെ പലതരം മറ്റ് കിഴികൾ, നാരങ്ങക്കിഴി, മുട്ടക്കിഴി, അതുപോലെ തവിട് കിഴി, അങ്ങനെ പലതരം കിഴികൾ. ഇവയെല്ലാം തന്നെ നമ്മുടെ വാദമെന്ന് പറയുന്ന നെർവസ് സിസ്റ്റമാണ്. ഇപ്പോൾ തളർന്നു പോയ ഒരു ഭാഗം, അത് ഡയബറ്റിക്കായി ആയതുകൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിക്കോട്ടെ, അവിടെ ഉണ്ടാകുന്ന ന്യൂറോപ്പതി എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, ഇന്നും അന്നും എക്കാലത്തും നമുക്ക് വളരെ മനോഹരമായ, വളരെ സുന്ദരമായ, ശക്തമായ റിസൾട്ട് തരാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന കിഴികൾ, അതുപോലെ എണ്ണയിടൽ. ഞവരക്കിഴി എന്ന് പറയുന്നത് ശരീരത്തിൽ പലപ്പോഴും നമ്മുടെ ദുർബലമായ ശരീരഭാഗങ്ങളെ, അവയവങ്ങളെ കൂടുതൽ ബലിപ്പിക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ്. അങ്ങനെ എല്ലാ രീതിയിലും പഞ്ചകർമ്മങ്ങളുടെ പൂർവ്വകർമ്മങ്ങളായ പഞ്ചകർമ്മം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതായത് വമനം, വിരേചനം, ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, നസ്യം ചെയ്യുക, മൂക്കിൽ മരുന്നൊഴിക്കുക, അതുപോലെ എനിമ ചെയ്യുക. അതായത് നമ്മൾ എനിമ ചെയ്യുന്ന പറഞ്ഞാൽ വസ്തി ചെയ്യുന്നത്, അതായത് എനിമ എന്ന് പറഞ്ഞാൽ അതുമായി കമ്പയർ ചെയ്യുന്നേ ഉള്ളൂ. അതാണ് വസ്തി ചെയ്യുക. അല്ലെങ്കിൽ വേണ്ടി വന്നാൽ രക്തമോക്ഷം ചെയ്യുക. അതായത് നമ്മൾ അട്ടയിട്ടും അല്ലെങ്കിൽ കൊത്തി പ്രച്ഛാനം നടത്തിയും ദുഷിച്ച രക്തത്തെ പുറത്തു കളയുക. ഇങ്ങനെയുള്ള പല രീതികളിലൂടെ ശരീരത്തിൽ ശോധന ചികിത്സ ചെയ്തുകൊണ്ട് ശരീരത്തിലെ അഴുക്കുകളെ, ദുഷിച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളെ, ഓരോ മലീമസമായ ഫാക്ടറികളെയും പുറത്ത് കളഞ്ഞുകൊണ്ട് ശരീരത്തെ വളരെ ലളിതമാക്കിയെടുത്ത് പിന്നീട് നല്ലൊരു ഔഷധ സേവയിലൂടെ നമുക്ക് ഈ രോഗങ്ങളെ സമീകരിച്ചെടുക്കാൻ കഴിയുമെന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതിന് പറ്റിയ ഒരു അവസരം കൂടിയാണ് ഈ കർക്കിടക ചികിത്സ. കർക്കിടകം എന്ന് പറയുന്നത് മാത്രമാണ് ആയുർവേദത്തിൻ്റെ കാലം, ബാക്കി ഒന്നും ആയുർവേദം ചികിത്സിക്കാൻ കൊള്ളുന്നതല്ല എന്ന് കരുതുന്ന ഒരു മൂഢവിശ്വാസം ആളുകളിലുണ്ട്. അതും തെറ്റാണ്. അപ്പോൾ കർക്കിടകത്തിന് അങ്ങനെയെങ്കിലും ചികിത്സിച്ചു കൊള്ളട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെ ചികിത്സിക്കാത്തവർക്കെങ്കിലും അവസരം, അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം അത് കർക്കിടകം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വ്യക്തമായ ഒരു പദ്ധതിയിലൂടെ, അത് ജീവിത രീതികളിലൂടെ നമുക്ക് ഇത് രോഗങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ അമൃത ആയുർവേദ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ആയുർവേദം ഒരു ശീലമാക്കണം. ആയുർവേദം നമ്മുടെ ഹെറിറ്റേജാണ്, നമ്മുടെ പൈതൃകമാണ്. ദിസ് ഇസ് അവർ ലീഗസി. അതുകൊണ്ട് ആ രീതിയിൽ പോകുമ്പോൾ മാത്രമേ ശാസ്ത്രം നമ്മുടെ ജീവിതമായി മാറൂ. അങ്ങനെ ആയി കഴിയുന്ന കാലത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധ രോഗങ്ങൾ, ഈവൻ ക്യാൻസർ പോലും പിന്നെ ഒരു ഓർമ്മയായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു പച്ചപ്പിൻ്റെ കാഴ്ചയിലേക്കാണ്. തൃശ്ശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 36 വാർഡുകളിലായി 100ഓളം വീടുകളുടെ മേൽക്കൂരയിലാണ് പച്ചപ്പ് അങ്ങനെ തഴച്ച് വളരുന്നത്. തണൽക്കുടകൾ വിരിച്ചതുപോലെ ടെറസുകളിൽ പച്ചക്കറിത്തോട്ടങ്ങൾ വളർത്തുന്ന പദ്ധതിയാണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. ഭക്ഷ്യസുരക്ഷയ്ക്കൊപ്പം സ്ത്രീ മുന്നേറ്റവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് നമുക്കൊന്നായി ഒരുക്കാം പച്ചക്കറിത്തോട്ടം. ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളുമെല്ലാം മുനിസിപ്പാലിറ്റി വീടുകളിലെത്തിക്കും. ഇതുവരെ മണ്ണും വളവുമെല്ലാം നിറച്ച് തയ്യാറാക്കിയ 2000-ലധികം ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും കുടുംബശ്രീ CDS വഴി വിവിധ വാർഡുകളിലേക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ജില്ലാ മിഷൻ 2 ലക്ഷത്തോളം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പാവയ്ക്ക, പടവലങ്ങ, മുളക്, തക്കാളി തുടങ്ങിയ നിരവധി പച്ചക്കറികളാണ് ഈ പദ്ധതിയിലൂടെ വിവിധ വീടുകളുടെ മട്ടുപ്പാവിൽ വിളയുന്നത്.
മുനിസിപ്പാലിറ്റിയിലെ 440 അയൽക്കൂട്ട ഗ്രൂപ്പുകൾ വഴിയാണ് പദ്ധതിയുടെ നടത്തിപ്പ്. ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജില്ലാ മിഷന്റെ സഹകരണത്തോടുകൂടി മട്ടുപ്പാവിൽ കൃഷി ഇറക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രോ ബാഗുകൾ ഏകദേശം 2000-ലധികം ഗ്രോ ബാഗുകൾ വിതരണം ചെയ്യുകയും ടെറസ് ഫാമിംഗ് എന്ന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ സഹോദരിമാർ ഇത് വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. കുറച്ച് തൈകളുണ്ട്, പച്ചമുളകും വഴുതനയും തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കുടുംബശ്രീ വഴിയാണ് ഇത് കിട്ടിയാണത്. അപ്പോൾ എനിക്ക് കിട്ടിയ തൈകളൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് ഇത്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം മുനിസിപ്പാലിറ്റിയിൽ ഉടനീളമുള്ള പൊതുസ്ഥലങ്ങളിലും പച്ചക്കറി കൃഷി വ്യാപകമാക്കിയിട്ടുണ്ട്. വിജയരാഘവപുരം കസ്തൂർബ സെന്ററിലെ തരിശുഭൂമിയിൽ വിശാലമായ പച്ചക്കറിത്തോട്ടമാണ് ഒരുക്കിയിരിക്കുന്നത്. ചാലക്കുടി CDSന്റെ ചലനം അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. SDS കമ്മിറ്റി അംഗങ്ങളും അയൽക്കൂട്ടം പ്രവർത്തകരായ വളണ്ടിയർമാരും ചേർന്നാണ് ഈ കൃഷിഭൂമി സംരക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. നല്ലൊരു വാർത്തയല്ലേ? എന്തായാലും ആ ഒരു മനോഹര കാഴ്ചയിൽ നിന്ന് ഒരു ദുരന്ത വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ദുരന്തം എന്ന് പറയുമ്പോൾ റോഡുകളുടെ ഒരു ദുരന്തമാണ് കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയത് കാരണം ഇപ്പോൾ അത് ശോചനീയാവസ്ഥയിലേക്കായി ചേർന്നിട്ടുണ്ട്. ഈ നവീകരണത്തിനായി ഫണ്ടൊക്കെ അനുവദിച്ചു, പക്ഷേ എന്നാലും ശാപമോക്ഷം നേടാൻ കഴിയാതെ കിടക്കുകയാണ് കോഴിക്കോട്ടെ മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ്. ആ റോഡിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. 1 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നവീകരണത്തിനായി അനുവദിച്ചത്. എന്നാൽ പ്രവൃത്തി ഇപ്പോഴും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ 2.5 വർഷത്തോളമായി മാളിക്കടവ് റോഡിന്റെ അവസ്ഥ ഇതാണ്. ആറുവരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വേങ്ങേരി ജംഗ്ഷനിൽ ഓവർപാസ് നിർമ്മാണം നടക്കുമ്പോൾ അതുവഴി പോകേണ്ട ബാലുശ്ശേരി നരിക്കുനി ബസ്സുകളെല്ലാം മാളിക്കടവ് വഴിയായിരുന്നു കടന്നുപോയത്. അന്ന് റോഡ് പൂർണ്ണമായി തകർന്നു. ശേഷം നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിലാണ് റോഡ് നവീകരണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ ഫണ്ട് അനുവദിച്ച് വർഷം 1 കഴിഞ്ഞിട്ടും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. ഈ ഡ്രെയിനേജിന്റെ വർക്ക് ഇപ്പോൾ തൽക്കാലം അവർ ചെയ്ത് നിർത്തി. പിന്നെ അതിൻ്റെ ആ ഡ്രെയിനേജിൻ്റെ വർക്കിൻ്റെ കൂടെ തന്നെ ഒരു ടാറിങ്ങും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് കരാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അന്ന് PW മറ്റേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരോടും സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ടാറിങ്ങും ചെയ്യും, ഇപ്പോൾ സോൾവ് ചെയ്ത് പോകണുള്ളൂ, ഉടനെ തന്നെ ടാറിങ്ങും ചെയ്യുന്നതാണ്. അപ്പോൾ വെയിലൊക്കെ അറയ്ക്കുന്ന സമയം, മഴക്കാലമൊന്നും അല്ലായിരുന്നു, അത് പണിയൊക്കെ നല്ലോണം നടന്നുകൊണ്ടിരുന്നു. പിന്നാണ് ഇവർ വളരെ 2 ആൾ വെച്ചിട്ട് 3 ആൾ വെച്ചിട്ടൊക്കെ അവർ പണി വളരെ സ്ലോയിലേക്കാണ് അവർ കൊണ്ടുപോയി. 2 ഗവൺമെന്റ് ITI, സ്വകാര്യ സ്കൂൾ തുടങ്ങി 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ റോഡിലുള്ളത്. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പലപ്പോഴും പരാതിയുമായി എത്താറുണ്ടെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സുജ പറഞ്ഞു. നിരന്തരം പരാതികളാണ് നമ്മൾക്ക്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായിട്ട് ഈ റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അതായത് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ റോഡ് ഏതാണ്, പിന്നെ കുഴി ഏതാണെന്ന് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്. രാവിലെ ആണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ, അതായത് 1000-ലും മേലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണിത്. അപ്പോൾ പാരൻസും കുട്ടികളും വാഹനങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര റഷാണ് ഈ റോഡ്. അപ്പോൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഒരുപാട് പരാതികൾ നമ്മളെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്, കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, വേണ്ടപ്പെട്ട അധികാരികൾക്കൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. PTA, നമ്മളെ സ്കൂൾ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ, കുട്ടികൾ എല്ലാവരും കൂടിയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നടന്നു പോവുകയാണെങ്കിൽ അധികം ആളുകളുടെ മേൽ ചളിയായിട്ട്, കുട്ടികളും രാവിലെ അധികം ചളിയായിട്ടാണ് വരുന്നത്, നടന്നു വരുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ അധിക കുട്ടികളും ചളിയായിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് നമുക്ക്. വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. ടയർ കുഴിയിൽ വീഴുമ്പോൾ വാഹനത്തിലെ കുട്ടികൾ സീറ്റിൽ നിന്നും തെറിച്ചു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ പറഞ്ഞു. ബസ്സിൽ നിന്ന് കുട്ടികൾ വീഴുകയാണ്, LKG UKG പഠിക്കുന്ന കുട്ടികൾ സീറ്റിൽ നിന്ന് തെന്നി വീണ് പോവുകയാണ്, കാരണം കുഴിയിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ അത്രയും ശോചനാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഗട്ടറിൽ ചാടുന്നുണ്ട്, അത് വീട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, റോഡ് ഇങ്ങനെ അത്ര 2.5 കൊല്ലം 3 കൊല്ലം ഉണ്ടായി ഈ റോഡ് ഇങ്ങനെയായിട്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചിരുന്നു. അതേസമയം റോഡ് പ്രവൃത്തി മഴ കാരണം താൽക്കാലികമായി നിർത്തിവെച്ചതാണെന്നാണ് വാർഡ് കൗൺസിലറുടെ വാദം. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ വർഷം മാളിക്കടവ് റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചത്. ഫണ്ട് അനുവദിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് നവീകരണം പൂർത്തിയാകുമെന്ന വിശ്വാസത്തിലായിരുന്നു പ്രദേശവാസികൾ. എന്നാൽ ഇപ്പോൾ 1 വർഷം പിന്നിടുമ്പോഴും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവർക്ക് ആശങ്ക വർദ്ധിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് മാളിക്കടവ് പ്രദേശവാസികളുടെ ആവശ്യം.
ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ജിയോജിറ്റ് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഈ ഒരാഴ്ചത്തെ വിപണിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കഴിഞ്ഞ ആഴ്ച നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻനിര സൂചികകളിൽ ഏതാണ്ട് 1% നഷ്ടം രേഖപ്പെടുത്തി. മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലായിരുന്നു. അതിന്റെ സ്വാധീനവും വിപണിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വിപണിയിലുടനീളം പ്രതിഫലിച്ചത് കമ്പനികളുടെ പ്രവർത്തന ഫലമായിരുന്നു. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന TCSന്റെ പ്രവർത്തന ഫലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിൽപ്പന മറ്റ് പ്രവർത്തന ഫലങ്ങൾ വന്നപ്പോഴും, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയിലെ ആക്സിസ് ബാങ്കിന്റെ പ്രവർത്തന ഫലം വന്നപ്പോഴും വിൽപ്പന തുടരുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള നീക്കമായിരിക്കും വിപണിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുക എന്നാണ്. എന്നാൽ US-ൽ കമ്പനികളുടെ പ്രവർത്തന ഫലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗം ഇന്നലെ വലിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതിനെ സഹായിച്ചു. US-ൽ പല സൂചികകളും ചരിത്രത്തിൽ ഉയർന്ന നിലവാരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ആഗോള ഘടകങ്ങൾ അങ്ങനെ അനുകൂലമായിരിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നതാണ്. ഇനി ഇന്ന് ഒട്ടേറെ മികച്ച കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലം ഇന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലങ്ങളും വിപണിക്ക് അനുകൂലമായി തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാകാം എന്നല്ലാതെ, മറിച്ചാണെങ്കിൽ വിൽപ്പന തുടരാനാണ് സാധ്യത. മിക്ക സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടാണ് ഇന്നലെ വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും മുൻനിര സൂചിക നിഫ്റ്റി 25,000 എന്ന നിലവാരത്തിന് താഴേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇത് തുടരുകയും 24,800 എന്നുള്ള നിലവാരത്തിലേക്ക് താഴേക്ക് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ 24,500 വരെ പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വരുന്ന ആഴ്ചയിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. കമ്പനികൾ കേന്ദ്രീകരിച്ച് ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങളും ഒരു വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായിരിക്കും വരുന്ന ആഴ്ചയിലും വിപണിയിൽ പ്രതീക്ഷിക്കാവുന്നത്. നന്ദി ശ്രീ ദിലീപ്. പ്രശസ്ത സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ പുതിയ മോഡലുകളായ സാംസങ് ഗാലക്സി Z Fold 7, Z Flip 7, സാംസങ് ഗാലക്സി വാച്ച് 8 സീരീസ് എന്നിവയുടെ ഇന്ത്യയിലെ ആദ്യ ലോഞ്ച് മൈജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നു. മടക്കാൻ കഴിയുന്നതും കനം കുറഞ്ഞതുമായ ഫോണുകളാണ് എന്നതാണ് ഇവയുടെ പ്രത്യേകത. സാംസങ് ഇന്ത്യ സീനിയർ വൈസ് പ്രസിഡന്റ് രാജു ആന്റണി പുല്ലൻ, മൈജി ചെയർമാൻ AK ഷാജി, സാംസങ് റീറ്റെയിൽ മാർക്കറ്റിംഗ് ഹെഡ് ഋഷി കുൽശ്രസ്ത, സാംസങ് സൗത്ത് എക്സ്പാറ്റ് ജൂൺ ഹാക്കിം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലോഞ്ചിനോടനുബന്ധിച്ച് മൈജിയും സാംസങ്ങും ചേർന്ന് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. മാസത്തവണ വ്യവസ്ഥയിൽ 0 ഡൗൺ പേയ്മെൻറ്റും 0 ഇൻട്രസ്റ്റ് സ്കീമുമാണ് മൈജി ഒരുക്കിയിട്ടുള്ളത്. പഴയ ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ Fold 7ഉം Flip 7ഉം സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട്. സാംസങ് ആയിട്ട് കഴിഞ്ഞ 19 വർഷത്തെ അസോസിയേഷനാണ്. ഒരുപാട് അവാർഡുകൾ, കേരളത്തിലെ ബെസ്റ്റ് അവാർഡ്, അതേപോലെ സൗത്ത് ഇന്ത്യയിലെ നിരവധി നാഷണൽ ചാമ്പ്യൻ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 700 കോടിയിലധികം കഴിഞ്ഞ ഫിനാൻഷ്യലിൽ ഞങ്ങൾക്ക് സാംസങ് മൊബൈൽ മാത്രം ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എല്ലാം മൊബൈൽസാണ്. ഈ വർഷം ഞങ്ങൾ അത് ടാർഗറ്റ് ചെയ്യുന്നത് കേരളത്തിൽ 1000 കോടിയുടെ പാർട്ണർഷിപ്പ്. ഇടുക്കി പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റത്തിന്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഭൂമി കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായാണ് ഇപ്പോൾ ആക്ഷേപം വന്നിട്ടുള്ളത്. പ്രദേശത്തെ 2 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നതായാണ് പരാതി. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂസംബന്ധമായി യാതൊരു പരാതികളും മുൻപുണ്ടായിരുന്നില്ല. ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധനയ്ക്കിടെയാണ് പരുന്തുംപാറയിലും കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നത്. തുടർന്ന് ഇവിടുത്തെ ഭൂരേഖകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മാസം മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 2100 കുടുംബങ്ങൾക്കാണ് റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകിയത്. അധികൃതരുടെ നടപടിയിൽ പകച്ചു നിൽക്കുകയാണ് ഇവർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നത്.
റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കിയിട്ടും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, 5 ഏക്കർ വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ 5 ഏക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നില്ല. അത് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നില്ല. ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ അധികൃതർ ആരോപിക്കുന്നത്. ഈ മേഖലയിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ്. കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നവരും നിരവധിയുണ്ട്. പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപമുയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹം നടത്തും. നഗരസഭയിൽ അഴിമതി ഭരണവും അനധികൃത നിയമനവുമാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് സത്യഗ്രഹം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 3:30 മുതൽ ലോർഡ്സിലാണ് മത്സരം. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. സതാംപ്ടണിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.